സീരിയറ്റിൻ്റെ വാട്ട് ഇസ് എ ക്ലാസിക് എന്നുള്ള എസ്സേയുടെ മെയിൻ കീ പോയിന്റ്സ് ടു റിമെമ്പർ ആണ് ഞാൻ ഈ ഓഡിയോയ്ക്കകത്ത് ഇടാൻ പോകുന്നത്. ഇതിൻ്റെ നോട്ട്സ് വേണം എന്നുണ്ടെങ്കിൽ മെയിൽ അയച്ചാൽ മതിയേ. അപ്പം വാട്ട് ഇസ് എ ക്ലാസിക്കിനകത്ത് ഫസ്റ്റ് ഇദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് ക്ലാസിക് എന്നുള്ളതാണ്. ഒരു ക്ലാസിക്കൽ വർക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വർക്ക് ക്ലാസിക്കായി മാറുന്നത്. ക്ലാസിക് എന്ന് പറയുന്നത് ഗ്രേറ്റ് വർക്കിനെ അല്ല അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഒരു സിവിലൈസേഷൻ്റെ അതായത് ആ വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആ സിവിലൈസേഷൻ്റെ മെച്യൂരിറ്റിയാണ് ക്ലാസിക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു ക്ലാസിക്കൽ വർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ സിവിലൈസേഷൻ, ആ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വർക്ക് ഏത് സിവിലൈസേഷനിലാണോ ബിലോങ് ചെയ്ത് ആ സിവിലൈസേഷൻ്റെ മെച്യൂരിറ്റിയാണ് ഈ വർക്കിനകത്ത് അല്ലെങ്കിൽ ഒരു വർക്കിനെ ക്ലാസിക്കാക്കി മാറ്റുന്നത്. അതായത് ആ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ ആ സിവിലൈസേഷൻ്റെ കൾച്ചർ, ലാംഗ്വേജ്, ആളുകളുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ഇതെല്ലാം ഹയസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴാണ് എന്താണ് ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു പീരീഡിലെ ക്ലാസിക്കൽ വർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ഡെലിബറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വർക്കിനെ നമുക്ക് ക്ലാസിക്കൽ ആകണം എന്ന് പറഞ്ഞ് എഴുതാനൊന്നും സാധിക്കുകയില്ല. പക്ഷേ അതെന്തിലൂടെയാണെന്ന് പറയുന്നത് ടൈം പാസ് ചെയ്യുമ്പോൾ പതുക്കെ എന്താണ് ഒരു വർക്ക് അതിൻ്റെ എല്ലാ ക്വാളിറ്റീസും അല്ലെങ്കിൽ ആ സിവിലൈസേഷൻ്റെ എല്ലാ മെച്യൂരിറ്റിയും അത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് എന്തായി മാറും? ഓട്ടോമാറ്റിക്കലി ഒരു ക്ലാസിക്കൽ വർക്കായിട്ട് മാറും. ഇനി 3 ടൈപ്സ് ഓഫ് മെച്യൂരിറ്റിയെ കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അതായത് ഒരു ക്ലാസിക് എന്ന് പറയുന്നത് മെച്യൂരിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അതായത് സിവിലൈസേഷൻ്റെ മെച്യൂരിറ്റിയാണ് ക്ലാസിക്കൽ വർക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് ഏത് മെച്യൂരിറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈപ്സ് ഓഫ് മെച്യൂരിറ്റി ഉണ്ട്. ആ സിവിലൈസേഷൻ്റെ മെച്യൂരിറ്റി ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ലാംഗ്വേജിൻ്റെ മെച്യൂരിറ്റി ഉണ്ട്, ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അഥവാ മൈൻഡിൻ്റെ മെച്യൂരിറ്റിയും ഉണ്ട്. സിവിലൈസേഷൻ്റെ മെച്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ സൊസൈറ്റി എന്ന് പറയുന്നത് സ്റ്റേബിൾ ആയിരിക്കണം, ഓർഡർ അല്ലെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം, കൾച്ചറലി നല്ല രീതിയിൽ ഡെവലപ്ഡ് ആയിരിക്കണം. അതായത് സോഷ്യൽ ലൈഫിൽ ഹാർമണിയും ബാലൻസും ഉണ്ടായിരിക്കണം. രണ്ടാമത് മെച്യൂരിറ്റി ഓഫ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിവിലൈസേഷൻ്റെ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലെ ലാംഗ്വേജ് നല്ല രീതിയിൽ ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് റിഫൈൻഡ് ആയിരിക്കണം. അതായത് എല്ലാ രീതിയിലുള്ള ഇമോഷൻസിനെയും ഐഡിയാസിനെയും, കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസിനെയും ഐഡിയാസിനെയും നല്ല രീതിയിൽ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. എന്ത് ചെയ്യാൻ? എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി. ഇനി മെച്യൂരിറ്റി ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കണം. ആരുടെ മൈൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്? ഈ വർക്ക് എഴുതുന്ന ആളുടെ മൈൻഡിൻ്റെ കാര്യം. ആ റൈറ്ററിന് ആ ഒരു സിവിലൈസേഷനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ അവെയർനെസ് ഉണ്ടായിരിക്കണം. അതായത് ബോത്ത് പാസ്റ്റിനെ കുറിച്ചും പ്രസൻ്റ് ആയിട്ടുള്ള കൾച്ചറിനെ കുറിച്ചും ട്രഡീഷനെ കുറിച്ചും ആ റൈറ്ററിന് നല്ല രീതിയിലുള്ളൊരു ബോധം ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 മെച്യൂരിറ്റി അച്ചീവ് ചെയ്താൽ മാത്രമേ ആ ഒരു ടൈം പീരീഡിന് അല്ലെങ്കിൽ സിവിലൈസേഷന് നല്ലൊരു ക്ലാസിക്കൽ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ട്രഡീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രഡീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ലോങ് ലിറ്റററി ട്രഡീഷനിൽ നിന്ന് മാത്രമേ ഒരു ക്ലാസിക്കിന് എമർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതായത് ഒരു റൈറ്റർ ഇപ്പോൾ ഒരു വർക്ക് എഴുതുവാണെന്ന് വിചാരിച്ചോ, അദ്ദേഹത്തിന് പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും വരും, അല്ലേ? ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസും ഒക്കെ വരും. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ആണെന്നുണ്ടെങ്കിൽ അവരെഴുതിയിരിക്കുന്ന ഫോം, അവരെഴുതിയിരുന്ന സ്റ്റൈല്, പാസ്റ്റ് കൾച്ചറൽ ഹെറിറ്റേജ്, ഇതൊക്കെ ഒരു റൈറ്ററിൻ്റെ വർക്കിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വരും. അപ്പോൾ ട്രഡീഷൻ അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിലെ കാര്യങ്ങളൊന്നും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു ക്ലാസിക്കിന് ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി ഹിസ്റ്ററിയുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഹിസ്റ്ററി, ഒരു റിച്ച് ആയിട്ടുള്ളൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അതായത് ഒരു ക്ലാസിക്കിന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു റൈറ്ററിന്. അതായത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉള്ള റെവല്യൂഷൻ ലിറ്ററേച്ചറിന് ഹാപ്പൻ ചെയ്തിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒരാൾ നല്ലോണം എഴുതണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ വർക്കും പാസ്റ്റ് റൈറ്റേഴ്സിൻ്റെ ലിറ്റററി കൾച്ചറും അല്ലെങ്കിൽ പാസ്റ്റ് ലിറ്ററേച്ചറും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്താൽ അദ്ദേഹത്തിന് നല്ലൊരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നേ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ആ സൊസൈറ്റി അല്ലെങ്കിൽ ആ കൾച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ നല്ല രീതിയിൽ ഫ്ലറിഷ്ഡ് ആയിരിക്കണം. ഇനി വിർജിലിനെയാണ് ഇദ്ദേഹം ഐഡിയൽ ക്ലാസിക്കൽ റൈറ്ററായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിർജിലിൻ്റെ ഏനീഡ് എന്നുള്ള വർക്കാണ് ഇദ്ദേഹം പെർഫെക്റ്റ് ക്ലാസിക്കൽ വർക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാരണം റോമൻ സിവിലൈസേഷനെ അതിൻ്റെ എല്ലാ രീതിയിലുള്ള എക്സലൻസിലും റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട് ആര്? വിർജിൽ. ലാറ്റിൻ എന്ന് പറയുന്നത് ലാംഗ്വേജിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പം ലാറ്റിനെ അതിൻ്റെ മോസ്റ്റ് കംപ്ലീറ്റ് ഫോമിൽ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്കിന് യൂണിവേഴ്സൽ അപ്പീലാണ്. അതായത് സമയം പോകും തോറും, ടൈം എത്ര പോയാലും ഈ ഒരു വർക്ക് ക്ലാസിക്കായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇനി ക്ലാസിക്കൽ വർക്ക്സിൻ്റെ യൂണിവേഴ്സാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പോൾ ക്ലാസിക്കൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോക്കൽ റീജിയണിനോ അല്ലെങ്കിൽ ഒരു റീജിയൺ വൈസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രം അവകാശപ്പെട്ടതോ അല്ല ഒരു ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ബിലോങ്സ് ടു ദി ഹോൾ വേൾഡ്, അല്ലേ? അല്ലെങ്കിൽ ഹോൾ യൂണിവേഴ്സ്. അതായത് ടൈമിനെയും
പിന്നെ ആ ഒരു ജനറേഷനെയും സിവിലൈസേഷനെയും എല്ലാം കടന്നു പോകേണ്ടതാണ് ഒരു ക്ലാസിക്കൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹ്യൂമൻ എക്സ്പീരിയൻസ് ആ വർക്കിനകത്തുണ്ടെങ്കിൽ മാത്രമേ അതിന് ടൈമിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ ആ വർക്കിനെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ് വിളിക്കാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അതായത് ഇനി ഏതൊക്കെ കൾച്ചർ വന്നു പോയാലും ഏതൊക്കെ ജനറേഷൻസ് വന്നു പോയാലും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ആ വർക്ക്. പിന്നെ ഒരു ക്ലാസിക്കിന് ഒരു കംപ്ലീറ്റ്നെസ്സും പെർഫെക്ഷനും വേണം. അതായത് ലാംഗ്വേജിൻ്റെ എല്ലാ പോസിബിലിറ്റീസിനെ എന്ത് ചെയ്യണം, ഒരു ക്ലാസിക്കൽ വർക്ക് എക്സോസ്റ്റ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു ഫ്യൂച്ചർ വർക്ക് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ വർക്ക്സിന് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇതുപോലെയും എന്ത് നിൽക്കണം, ഈ ഒരു ക്ലാസിക്കൽ വർക്കിന് നിൽക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് വിർജിലിൻ്റെ ഏനീഡ് എന്നുള്ളതിനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ വർക്കായിട്ട് ആര് പറയുന്നത്, TSEയിലായിട്ട് പറയുന്നത്. അപ്പോൾ ക്ലാസിക് എന്ന് പറയുന്നത് എന്താണ്, അതായത് ബാക്കിയുള്ള ലിറ്ററി വർക്ക്സിന് ഇനി വരാൻ പോകുന്ന ലിറ്ററി വർക്ക്സിനെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു മെഷർമെൻ്റ് ആയിട്ട് നമ്മൾ ക്ലാസിക്കൽ വർക്കിനെ എടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ക്ലാസിക്കൽ വർക്ക്സ് ഇല്ലെങ്കിൽ ലിറ്ററേച്ചർ എന്തായിട്ട് മാറും, ലിമിറ്റഡ് അല്ലെങ്കിൽ ഇമ്മച്യൂർ ആയിട്ട് മാറും. അതിനെ പ്രൊവിൻഷ്യൽ എന്നുള്ള ടേമാണ് TSEയിലിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റൈറ്ററിന് ഇൻറ്റൻഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഡെലിബറേറ്റ് ആയിട്ട് ഒരു ക്ലാസിക്കൽ വർക്കിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ഹിസ്റ്ററി പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു വർക്ക് ക്ലാസിക്കലായിട്ട് മാറുകയില്ലയോ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ കൾച്ചറൽ യൂണിറ്റിയും ഹാർമണിയും ഒക്കെ ഈ ക്ലാസിക്കൽ വർക്ക് റിഫ്ലക്റ്റ് ചെയ്യണം. പിന്നെന്താണ്, ഈ ഒരു യൂണിറ്റി എന്ന് പറയുന്നത് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഏൻഷ്യൻ്റ് റോമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. പിന്നെ ലാറ്റിനാണ് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് ഇദ്ദേഹം അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിർജിലിൻ്റെ വർക്ക് ഇത്രയും യൂണിവേഴ്സലായിട്ട്, വിർജിലിൻ്റെ വർക്കായിട്ടുള്ള ഏനിയഡ് ഇത്രയും യൂണിവേഴ്സൽ വർക്കായിട്ട് മാറാനുള്ളൊരു ചാൻസ് കിട്ടിയെന്നാണ് പറയുന്നത്, ബിക്കോസ് ഓഫ് ലാറ്റിൻ ലാംഗ്വേജ്. ഒരു മോഡേൺ ലാംഗ്വേജിനും ഈ ഒരു ലെവൽ ഓഫ് പെർഫെക്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് TSEയിലോട്ട് പറയുന്നത്. അപ്പം ക്ലാസിക് എന്ന് പറയുന്നത് എന്താണ്, കൾച്ചറൽ ഇമ്പോർട്ടൻസ്, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കണം, മോറൽ ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഈലിയറ്റ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിർജിൽ ഇൻഡയറക്ട്ലി ക്രിസ്ത്യൻ കൾച്ചറിന് വേണ്ടി യൂറോപ്പിലൊരു ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ യൂറോപ്യൻസിനെയൊക്കെ നേരത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈലിയറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് ട്രഡീഷനെയും കൾച്ചറൽ കണ്ടിന്യൂറ്റിയും ക്ലാസിക്കൽ വാല്യൂസിനെയാണ്. ആവശ്യമില്ലാത്ത മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങളെയൊന്നും ആരെ സപ്പോർട്ട് ചെയ്തിട്ടില്ല, ഈലിയറ്റ് സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ ഒരു എസ്സേ അദ്ദേഹം എഴുതിയിരിക്കുന്നത് World War II സമയത്താണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ കൾച്ചറൽ ബ്രേക്ക് ഡൗണിനെ കുറിച്ചും യൂണിറ്റിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ട്രഡീഷനെ കുറിച്ചും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം സംസാരിച്ചത്.